കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ സ്വാമി രമാനന്ദ ഭാരതിയെ ആക്രമിച്ചുവെന്ന് പരാതി. രാത്രി കണ്ണിൽ മുളകുപൊടി വിതറി ഒരാൾ മർദ്ദിച്ചുവെന്ന് പറയുന്നു. മഠാധിപതിയാകുന്നതുമായി ബന്ധപ്പെട്ട സ്വാമിമാരുമായി തർക്കമുണ്ടായിരുന്നു. ഈ വിരോധമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആരോപണമുണ്ട്. കുറച്ചേരത്തേക്ക് ബോധമില്ലായിരുന്നു. കണ്ണാടി തട്ടി കളഞ്ഞിട്ട് തട്ടി കളഞ്ഞിട്ട് മുളകുപൊടിയാണ് എറിഞ്ഞിട്ട് കൊങ്ങായിക്ക് കൊടുത്ത് ഇത്തരം പിടിച്ചുകൊണ്ടിരുന്നു. ഇതുവരെ നീ പോലീസിൽ പറഞ്ഞ നിന്നെ കൊല്ലും, നീ ആശ്രമം വിട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് വടി വെച്ച് മുഖത്ത് നാലോ കൂടുതൽ അടി അടിച്ചിട്ടുണ്ട്. വലിയ വെളുപ്പാണ്, 5.5 അടി ഉയരം വണ്ണം. അപ്പോൾ എനിക്കറിയാം. ലിജോ റോളൻസ് കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന്. ലിജോ, ഈ ആശ്രമവും അതിൻ്റെ ഈ പശ്ചാത്തലവും ഒപ്പം ഈ സംഭവത്തിൻ്റെ വിവരങ്ങളും കൂടി പറയും. നിഷാദെ, കൊല്ലം കൊട്ടാരക്കര സദാനന്ദപുരത്താണ് ഈ ആശ്രമം പ്രവർത്തിക്കുന്നത്, അതായത് അവധൂതാശ്രമം പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ സ്വാമിയായിട്ടുള്ള സ്വാമി രാമാനന്ദ ഭാരതിക്ക് രാത്രി 10:30 ആക്രമണം ഉണ്ടായതെന്നുള്ളതാണ് പോലീസിൽ ലഭിച്ചിരിക്കുന്ന പരാതി. അതായത് മുറിക്കുള്ളിലായിരിക്കുന്ന സമയത്ത് ഒരാൾ അവിടേക്ക് കടന്നു വരികയും തന്റെ ആക്രമിച്ച ശേഷം മുളകുപൊടി വിതറിയ ശേഷം തന്നെ ആക്രമിച്ചു എന്നുള്ളതാണ് പോലീസിൽ സ്വാമി ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. കുറച്ചു മുൻപ് പോലീസിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനായി കഴിഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വാമിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കൊട്ടാരക്കര CIയിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത മഠാധിപതിയെ തേടിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മഠാധിപതിയാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടെന്നുള്ള പരാതി നൽകിയിരിക്കുന്ന രാമാനന്ദ ഭാരതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്വാമിമാർക്കിടയിൽ ഒരു തർക്കമുണ്ടായിരുന്നു. പലതരത്തിൽ അത് വാക്കേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആ തർക്കം കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു ബാക്കിയായിട്ട് അവർ തമ്മിലുള്ള ഒരു ഇന്റേണൽ പ്രശ്നത്തിന്റെ ബാക്കിയായിട്ടാണ് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോയതെന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം. ഇപ്പോൾ ഈ ആക്രമണത്തിൽ ആദ്യം പരിക്കേറ്റ് തുടർന്ന് പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് വന്നതിന് ശേഷമായിരുന്നു സ്വാമിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. തുടർ ചികിത്സകൾക്കായി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിശദമായി ഈ കേസിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ശരി.